ഹലോ ഹായ്. അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സ്ലിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ചയാണ്, ദുബായ് വെള്ളിയാഴ്ച, എല്ലാവർക്കും മുടക്കല്ലേ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്നത്തെ ചെറിയൊരു സ്പെഷ്യൽ കാണിക്കാം. എന്താ ചോറ് കേട്ടോ, കുത്തരി ചോറുണ്ട്. പിന്നെ ഇത് മീൻ ഫ്രൈ, ഇന്നലെ മീൻ ഫ്രൈ ചെയ്താട്ടോ, അപ്പോൾ അത് ഇരിക്കുന്നുണ്ട്. പിന്നെ എന്താ മീൻ കറി ഉണ്ട് കേട്ടോ, കുറച്ച് മീൻ കറി ഉണ്ട്. ഇന്നലെ വെച്ച മീൻ കറി ഇന്നൊക്കെയാണ് കുറച്ച് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ നമുക്കുള്ളതിലാണ് കേട്ടോ അവിയൽ. അപ്പോൾ അവിയൽ ഞാൻ ഇന്നലെ വെച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിരുന്നേക്ക്. നമ്മൾ അവിയലൊക്കെ വെക്കുമ്പോൾ കുറച്ചധികം വെക്കുമല്ലോ, കുറച്ചായിട്ട് വെക്കില്ല. അപ്പോൾ അവിയൽ നമ്മൾ കുറച്ചധികം വെച്ചിട്ട് മാറ്റി വെച്ചാൽ കേട്ടോ. അപ്പം ഞാനതൊന്ന് ചൂടാക്കി കേട്ടോ. നമുക്ക് ഇഷ്ടമല്ല അവിയലൊക്കെ എല്ലാവർക്കും. നമ്മുടെ കേരളീയ സദ്യയുടെ ഒരു ഇതല്ല അവിയൽ. അപ്പോൾ അത് അവിയലുണ്ട്. ഇത് നമ്മളിതാ മറ്റേ പയറും ബീൻസ് കുറച്ചുണ്ടായിരുന്നു, പയറുണ്ടായിരുന്നു. അപ്പോൾ അത് തികയില്ല. അപ്പോൾ ഞാൻ അതിൽ കൂടെ ക്യാരറ്റ് ഇട്ട് വെച്ചു കേട്ടോ. ബീൻസിൽ കൂടെ ക്യാരറ്റ് ഇട്ട് വെച്ചു. പയർ കുറച്ചുണ്ടായിരുന്നു, നമ്മൾ അവിയലിനൊക്കെ പഠിച്ചപ്പോൾ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തോരൻ വെച്ചിട്ട്, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് നാശമായി പോകും. ഇങ്ങനെ തട്ടിക്കൂട്ട് പണികളൊക്കെ നമ്മൾ ചെയ്യൂലേ, നമ്മൾ വീട്ടമ്മമാർ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പല ഐഡിയാസ് ഉണ്ടാവും എന്താ ഉപ്പേരി വയ്ക്കുക. അപ്പോൾ കുറച്ചുള്ളത് ഇങ്ങനെയൊക്കെ ഉപ്പേരി വെക്കാം കേട്ടോ. ബീൻസും പയറൊക്കെ അരിഞ്ഞ് ക്യാരറ്റ് ഇട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല ഇടിച്ച മുളകും തരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും അറിയാമല്ലേ. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് സ്പെഷ്യൽ. എൻ്റെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ചിക്കനാണ് കേട്ടോ. അത് ചിക്കൻ കൊണ്ടാട്ടമാണത്. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുക. കുറച്ച് ചുവന്നുള്ളിയാണ് അതിലേക്ക് വേണ്ടത്. ചുവന്നുള്ളി എൻ്റെ കയ്യിൽ അധികം ഉണ്ടായിരുന്നില്ല. 2 സബോള എടുത്ത്, ഇതുണ്ടാക്കാൻ അധികം സാധനങ്ങളൊന്നും വേണ്ട. ഞാൻ ഉണ്ടാക്കുന്നത് സബോള എടുത്ത് ചെറുതാക്കി കുഞ്ഞു അരിഞ്ഞിട്ട് നന്നായി വെളിച്ചെണ്ണയിൽ വഴറ്റി, പിന്നെ അതിൽ കുറച്ച് വേപ്പില ഇടുക, ഇടിച്ച മുളക് ഇട്ടിട്ട് ആ വെളിച്ചെണ്ണയിൽ നന്നായി മൂപ്പിക്കുക. നന്നായി അങ്ങോട്ട് മൂപ്പിച്ചിട്ട് കുറച്ച് കാശ്മീരി ചില്ലി, ഒരു കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഇത്രേ വേണ്ടു കേട്ടോ ഈ കൊണ്ടാട്ടം ചിക്കന്. ഇടിച്ച മുളക് തന്നെ വേണം, ഇടിച്ച മുളക് ഇട്ട കൊണ്ടാട്ടം കേട്ടോ. ഓരോ ടൈപ്പിലാണ് ഓരോരുത്തർ ഉണ്ടാക്കുക, അതെനിക്കറിയില്ല. നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഈ ചിക്കൻ ഇതിലിടുക. അത് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായി, അപ്പോൾ ചിക്കനിൽ വെള്ളം ഒഴിക്കരുത്, വെള്ളം താനെ ഇറങ്ങും. അങ്ങനെ ആ വെള്ളത്തിൽ കിടന്ന് ചെറിയ തീയിലിട്ട് വേവിച്ചിട്ട് ഇത് അതുപോലെ പരുവാക്കി എടുക്കുക കേട്ടോ. കണ്ട, കുറച്ചും കുരുമുളക് പൊടി ഇട്ടോട്ടോ ആവശ്യത്തിന്, എരിവിനനുസരിച്ചുള്ളത്. കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി കാശ്മീരി പൗഡർ ഇടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്നിട്ട് നന്നായും ഡ്രൈ ആക്കിയിട്ട് അങ്ങോട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ, അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കും. നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.